ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പൂക്കളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇന്ന് ഞാൻ കൊടുക്കുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസറും ഉണ്ട്. അപ്പോ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇത് എൻ്റെ ഒരു മൾട്ടിപ്പെറ്റൽ റെഡ്. ഇത് നല്ല നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളന്ന് കൂട്ടുവളം കൊടുത്തില്ലായിരുന്നു, നമ്മുടെ കപ്പലിന്റെ പിണ്ണാക്കും അതുപോലെ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഒക്കെ കൂടി ചേർത്ത് അതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ഈ വളം കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിന്റെ ഒരു റിസൾട്ടും നിങ്ങളെ കാണിച്ചു തരണ്ടേ. പിന്നെ ഇപ്പൊ ഇവിടത്തെ ഈ മഴ കൊണ്ടാണ് കുറച്ച് പൂക്കൾക്കൊക്കെ ഇത്തിരി മോശമായിട്ടുണ്ട്. ഇത് നമ്മുടെ വെരിഗേറ്റഡ്, അതും നിറച്ച് ബഡൊക്കെ വന്ന് നല്ല സുന്ദരിയായിട്ട് അന്ന് കിട്ടിയപ്പോ ഒരു ചെറിയ തൈയായിരുന്നു. ഇപ്പോ വളർന്നേക്കണ നല്ല രീതിയിൽ. ഇത് പിന്നെ ഇപ്പൊ ആദ്യം കാണിച്ചത് കാർണേഷൻ. പിന്നെ ഇത് ഒരു മൾട്ടിപെറ്റൽ റെഡ്. ഇത് വേറെ റെഡാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് ഈ റെഡാണ്, ഇത് വേറൊരു റെഡ്. അപ്പോ ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാല് എഡ്ജസിൽ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് നല്ല ഒരു സുന്ദരി പൂവാണ്. നല്ല ഭംഗിയുണ്ട്. ഇതും നിറച്ച് മുട്ടുകളൊക്കെ ആയിട്ട് നിക്കണേ. ഇനി ഞാനൊരു പുതിയൊരാളെ കാണിച്ചു തരട്ടെ. ആദ്യമായിട്ട് വിരിഞ്ഞത് അന്ന് ഞാൻ പോട്ട് ചെയ്യണത് കാണിച്ചു തന്നില്ലായിരുന്നു. അതാ ഒരു പുതിയ പ്ലാന്റ്, ചെറിയ ചെടിയാണ് കേട്ടോ. അതാ ഇത്രയേ ഉള്ളൂ, കോടക്സ് ഒക്കെ ചെറുതാ. പക്ഷെ നമ്മള് കൊടുത്ത വളത്തിന്റെ ഈ മുട്ട് ഇതൊക്കെ കണ്ട, ഇതൊക്കെയാണ് ഏറ്റവും വിഷമം വന്നത്. മഴ കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ്. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നല്ല യെല്ലോ ഓറഞ്ച് ഷെയ്ഡ്. ഇതൊക്കെ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. എന്റെ ഫോണിൽ ഇത്രയൊക്കെ കിട്ടൂ. നടുക്ക് ഒരു ലൈനൊക്കെ പോയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരു കുഞ്ഞു പ്ലാന്റ് ആണ്, കുഞ്ഞു ചെടി. പക്ഷെ ഇത് കണ്ട നിറച്ചും ബഡ്സ് ഒക്കെ വന്നത്, കുറെ ബഡ്സ് ഒക്കെ പോവാറായിട്ടിരിക്കണേ. അതും നല്ല രീതിയിൽ പൂവിട്ട് ഏതാണ്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും പൂവിട്ടു. അപ്പൊ നമ്മുടെ ആ പോട്ടിംഗ് മിക്സിന്റെയും അതുപോലെ നമ്മുടെ ആ വളത്തിന്റെയും ഒരു റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ഇത് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിന്റെ ഒരു റിസൾട്ടും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. പിന്നെ ഇത് നമ്മുടെ ഒരു സിംഗിൾ പെറ്റൽ, അതും നിറച്ച് മുട്ടിട്ട് നിൽക്കണേ. ഇതിന് അത്ര വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ്, പക്ഷെ നല്ല രീതിയിൽ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതും എപ്പോഴും കാണാറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അതാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ മുട്ടിട്ട് നിൽക്കണേന്. നമ്മുടെ ബ്ലാക്ക് സ്വാൻ, അത് കണ്ട എത്ര മുട്ടുണ്ടെന്ന് നോക്കി. ഒരു ചെറിയ ചെടിയുണ്ട്, അധികം ആരോഗ്യമൊന്നും ഇല്ലാത്തതാണ്, പക്ഷെ നല്ല രീതിയിൽ മുട്ടിട്ടിട്ടുണ്ട്. ഇതും വേറൊരു സുന്ദരി. ഇത് കണ്ട ഇതിലത്തേക്ക് മുട്ട് നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കൂട്ടുവളത്തിന്റെ റിസൾട്ട്. അത് ഒരു സ്പൂൺ പറഞ്ഞാൽ ഒരു ചെടിയുടെ വലുപ്പം അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ആ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണതും. പിന്നെ പലരും പിന്നെയും എന്തൊക്കെ വളം കൊടുക്കാറുണ്ടെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കണതെല്ലാം ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ചോദിക്കണത്. പിന്നെ ഇന്ന് ഞാൻ കൊടുക്കണത് നമ്മുടെ NPK ഫെർട്ടിലൈസർ ആണ് കേട്ടോ. അത് ഒന്നാമത് ഇപ്പൊ നല്ല മഴക്കാറും കാറ്റും ഒക്കെ ആയിട്ട് നിൽക്കണേണ് ഇവിടെ. അപ്പൊ ചിലപ്പോ മഴ പെയ്യും, ചിലപ്പോ പെയ്യാതിരിക്കാം. അപ്പൊ ഞാൻ എന്തായാലും NPK ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോഴത്തേക്കും വേഗം തന്നെ അത് അബ്സോർബ് ചെയ്തോളൂല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ NPK കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്.
ഇതും ഇപ്പത്തെ ഇതിന്റെ പൂവൊക്കെ പോയിട്ടാ, കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഏതാണ്ട് പോയി. ഇതായത് ഒക്കെ നല്ല നിറച്ച് പൂവിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ദാ നമ്മുടെ പാത്തുമ, പാത്തുമയും ഫ്ലവറായി. പിന്നെ ഇത് നമ്മുടെ ആ പർപ്പിൾ സുന്ദരി. പിന്നെ ദാ ഇതിന്റെ തന്നെയാണ് അപ്പുറത്ത് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ പൂവിശേഷങ്ങൾ. കണ്ട, നമ്മൾ ആദ്യം പ്രൂൺ ചെയ്ത് വിട്ടത് ഇപ്പൊ ഓരോന്നൊക്കെ പോയി തുടങ്ങി. അതൊക്കെ കണ്ട, ഇപ്പൊ ഈ സമയത്താണ് ഇപ്പൊ പ്രൂൺ ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാവും, പൂവിടുമെന്ന് തോന്നണുണ്ടോ? അപ്പൊ ഞാൻ എപ്പോഴും ആ നവംബർ ഡിസംബർ മഴയില്ലാത്ത സമയം നോക്കി നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് വിടാറാണ് പതിവ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പൂവിട്ട് കാണാൻ പറ്റി. ഇതാണ് കേട്ടോ നമ്മുടെ ഫെർട്ടിലൈസർ NPK 19-19-19. ഇതൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോ ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ലീഫിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത് ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.